മാന്യ പ്രേക്ഷകർക്കും ചന്ദ്രലേഖയിലേക്ക് സ്വാഗതം. പതിവ് പോലെ തന്നെ വ്യത്യസ്ത കാഴ്ചകളുമായാണ് ഇന്നും ചന്ദ്രലേഖ നിങ്ങൾക്ക് മുമ്പിലെത്തുന്നത്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ചരിത്രത്തിൽ തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിച്ച സ്ത്രീജനങ്ങളെ പരിചയപ്പെടുത്തുന്ന സെഗ്മെന്റാണ് ചന്ദ്രലേഖയിൽ ആദ്യം. ഒരു കാലത്ത് തിരശ്ശീലയിൽ തിളങ്ങി നിന്നിരുന്ന താരങ്ങളിൽ പലരും അരങ്ങൊഴിഞ്ഞു പോയിട്ടും ജനമനസ്സിന്റെ തിരശ്ശീലയിൽ ഇന്നും ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു. ജീവസുറ്റ അവരുടെ കഥാപാത്രങ്ങൾക്ക് വർഷത്തിന്റെ സംഖ്യകൾ ഉയരുമ്പോൾ മിഴിവും പുതുമയും പ്രായവും കുറയുന്നതേയുള്ളൂ. അതിന് ഹിന്ദി ചലച്ചിത്ര രംഗത്തെ മികച്ച അഭിനേത്രിയായിരുന്ന പർവീൺ ബാബിയേക്കാൾ വലിയ ഉദാഹരണമില്ല. ജനുവരി 20 പർവീൺ ബാബിയുടെ ഓർമ്മദിനം. ഇന്നും നാം പർവീൺ ബാബി എന്ന നടിയെ ഓർക്കുന്നുവെങ്കിൽ പ്രൊജക്ടർ റൂമിലൂടെ ഒഴുകിയെത്തിയ വെള്ളി വെളിച്ചത്തിലൂടെ തിരശ്ശീലയിൽ കണ്ടത് പർവീണിന്റെ എത്രമാത്രം ശക്തമായ പ്രകടനങ്ങളായിരുന്നുവെന്നത് വ്യക്തമാവുന്നു. 1970കളിലും 80കളുടെ തുടക്കത്തിലും തന്റെ മികച്ച ഗ്ലാമർ വേഷങ്ങളിലൂടെ വളരെ പ്രസിദ്ധിയാർജിച്ച പർവീണിന്റെ ജനനം 1949 ഏപ്രിൽ 4-നായിരുന്നു. 70ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ച പർവീൺ ഏറ്റവും കൂടുതൽ ആരാധകരുണ്ടായിരുന്ന നായികാ നടിയായിരുന്നു. അമിതാഭ് ബച്ചനൊപ്പം ഏറ്റവും കൂടുതൽ തവണ അഭിനയിച്ച നടിയും പർവീണായിരുന്നു. ദീവാൻ, നമക് ഹലാൽ, അമർ അക്ബർ ആന്റണി, ഷാൻ, മംഗൾ പാണ്ഡെ എന്നിവയാണ് പർവീണിന്റെ എക്കാലത്തെയും മികച്ച സിനിമകൾ. പ്രശസ്തിയുടെയും ആരാധന വൃത്തത്തിന്റെയും ഔന്നത്യത്തിലെത്തിയ ഈ ഭൂമിയിലെ താരം 2005 ഒരു നിത്യതാരകമായി ജീവിതത്തോട് വിട പറയുകയായിരുന്നു. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഒരു കൊച്ചു പെൺനക്ഷത്രത്തെയാണ്. ശ്രീനന്ദന എന്ന കൊച്ചു കലാകാരിയെ നമുക്ക് പരിചയപ്പെടാം. ഹായ് വ്യൂവേഴ്സ്, എൻ്റെ പേര് ശ്രീനന്ദന. ഞാൻ 10th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. അവർ ലേഡി ഓഫ് മോസിയാരു. എൻ്റെ വീട് തോപ്പുംപടിയിലാണ്. എൻ്റെ വീട്ടിൽ അമ്മ, ഞാൻ, ചേച്ചി എന്നിവരാണ് ഉള്ളത്. ഞാൻ ചെറുപ്പം മുതൽ എനിക്ക് ഡാൻസ് വലിയ ഇഷ്ടമായിരുന്നു. ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് ഡാൻസ് പഠിക്കാൻ തുടങ്ങിയതാണ്. എനിക്ക് ഡാൻസിലോട്ടാണ് കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നത്. 2nd സ്റ്റാൻഡേർഡിലാണ് എൻ്റെ അരങ്ങേറ്റം നടന്നത്. പിന്നെ ഞാൻ കുറേ അമ്പലത്തിലൊക്കെ പ്രോഗ്രാംസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ പങ്കെടുക്കാറുണ്ട്. എനിക്ക് 4th സ്റ്റാൻഡേർഡ് മുതൽ പ്രൈസ് കിട്ടാൻ തുടങ്ങിയതാണ്. പിന്നെ ഒരുപാട് കോമ്പറ്റീഷൻസിനൊക്കെ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്രാവശ്യം അതുപോലെ തന്നെ സ്റ്റേറ്റിൽ കളിക്കാൻ പോണേ ഉള്ളൂ. ഞാൻ 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് സ്റ്റേറ്റിൽ പോയത് ഭരതനാട്യത്തിന്. അന്ന് എനിക്ക് A ഗ്രേഡ് കിട്ടിയായിരുന്നു. അതെനിക്ക് വലിയൊരു അംഗീകാരമായിരുന്നു എല്ലാവരുടെയും മുമ്പിൽ. ഞാൻ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെയാണ് ഡാൻസിന് പോകാറുള്ളത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരു 2-3 മണിക്കൂർ പ്രാക്ടീസ് ചെയ്തിട്ട് രാത്രിയാകുമ്പോൾ വീട്ടിലേക്ക് പോകും. പിന്നെ രാത്രിയാണ് 10th ആയതുകൊണ്ട് എല്ലാം പഠിച്ചൊക്കെ തീർക്കണത്. പിന്നെ പോരാത്ത രാവിലേക്ക് എഴുന്നേറ്റ് പഠിച്ച് തീർക്കും. വീട്ടിലുള്ള എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. മെയിനായിട്ട് എൻ്റെ അമ്മയാണ് എൻ്റെ എല്ലാ കാര്യത്തിനും എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ കസിൻസൊക്കെ അവരെല്ലായിടത്തും കൊണ്ടുപോകാനും എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ടാണ്. അവരുടെയൊക്കെ ഭയങ്കര സപ്പോർട്ട് കാരണം മാത്രമാണ് എനിക്കിങ്ങനെ തുടർച്ചയായിട്ട് ഡാൻസൊക്കെ പഠിക്കാൻ പറ്റുന്നത്. എനിക്ക് വലുതാകുമ്പോൾ ഒരു നല്ല ഡാൻസർ ആവാൻ ആഗ്രഹം. അതിനുവേണ്ടി എനിക്ക് +2 കഴിയുമ്പോൾ കലാക്ഷേത്രയിൽ പോയി പഠിക്കാനാണ് ആഗ്രഹം. കലോത്സവ വേദികളിൽ കാണാൻ കഴിയുന്നത് നമുക്ക് ഒരുപാട് നല്ല ഡാൻസുകളൊക്കെ കാണാൻ പറ്റും. അത് കണ്ട് നമുക്ക് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും നമ്മുടെ ഡാൻസൊക്കെ. അത് വലിയൊരു എക്സ്പീരിയൻസ് തന്നെ നമ്മുടെ. കലോത്സവ വേദികളിൽ ഞാൻ ഒരുപാട് പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എല്ലാ ഐറ്റത്തിനും ഫസ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല. എന്നാലും സെക്കൻഡ് ആണെങ്കിൽ ഞങ്ങൾ അപ്പീൽ കൊടുത്ത് പോകാൻ നോക്കും. അതുപോലെ തന്നെ ഇപ്രാവശ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഭരതനാട്യം. 2nd ആയിരുന്നു. ഞാൻ അപ്പീൽ കൊടുത്ത് എനിക്കത് സാങ്ഷൻ ആയിട്ടുണ്ട്. ഇനി തിരുവനന്തപുരത്ത് ഞാനതിന് കളിക്കാൻ പോവുകയാണ്. കലോത്സവത്തിന് പോകുമ്പോഴേക്കും മെയിനായിട്ട് ഞങ്ങൾ എല്ലാവരും ഡാൻസ് ക്ലാസ്സിൽ എല്ലാവരും കൂടി ഒരുമിച്ചാണ് പോകാറുള്ളത്. അവിടെ ഭയങ്കര പേടിയായിരിക്കും കളിക്കുന്നവരെ. എന്തായിരിക്കും റിസൾട്ട്, അതൊക്കെ ഞങ്ങൾ ചിന്തിച്ച് വെറുതെ ടെൻഷൻ അടിക്കാറുണ്ട്. അതൊക്കെ കഴിയുമ്പോഴേക്കും വെറുതെ കൂളായിട്ട് പ്രൈസൊക്കെ കിട്ടുമ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും എല്ലാവർക്കും.
పలుగే బంగారమయ్యే పిలిచిన పలుకవేణి పలుగే బంగారమయ్యే పిలిచిన పలుకవేణి పలుగే బంగారమయ్యే. എന്നെ ഒരു ടീച്ചറായിരുന്നു ആദ്യം പഠിപ്പിച്ചിരുന്നത്. അത് കഴിഞ്ഞ് അത് ഒരു വർഷം പഠിപ്പിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ സാറിൻ്റെ അടുത്ത് വന്ന സുബേഷ് സാർ എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ്. എന്നെ എന്ത് കാര്യത്തിലും എന്നെ മുന്നോട്ട് നയിക്കുന്ന എൻ്റെ സാറാണ്. എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ടാണ്. സാറ് പഠിപ്പിച്ചുകൊണ്ട് മാത്രമേ എനിക്ക് ഇത്രയെങ്കിലും എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത് തന്നെ. അതുപോലെ തന്നെ എൻ്റെ മേക്കപ്പ് മാനുണ്ട് മുരുകൻ മാഷ്, എനിക്ക് എപ്പോഴും ഭയങ്കര സപ്പോർട്ട്. ഇവർ രണ്ടുപേരുമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഡാൻസിന് സപ്പോർട്ട് ചെയ്യണത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ട്രസ് മഞ്ജു വാര്യരാണ്. കാരണം അവർ ആക്ടിങ്ങും ഡാൻസും ഒരുപോലെ കൊണ്ടുപോകുന്ന ഒരു ആക്ട്രസ്സാണ് അവർ. അതുകൊണ്ട് എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടം. മഞ്ജു വാര്യരെ നേരിട്ട് കാണുകയാണെങ്കിൽ ഞാൻ ആദ്യം ചോദിക്കണേ എങ്ങനെ ഇങ്ങനെ ആക്ടിങ്ങും ഡാൻസും ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നത്. അത് ഭയങ്കര ഒരു വലിയൊരു കഴിവാണ്. ഡാൻസിൽ ഞാൻ ഭരതനാട്യം, നാടോടിനൃത്തം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി എല്ലാം പഠിക്കുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഭരതനാട്യമാണ് ചെയ്യാനായിട്ട് കൂടുതൽ. ഭരതനാട്യത്തിന് ഭയങ്കര സ്റ്റിഫായിട്ട് ചെയ്യണം, പിന്നെ അഭിനയത്തിൽ ഒതുക്കം വേണം. അതുപോലെ തന്നെ ചെയ്യാനായിട്ട് കൂടുതൽ ഇൻട്രസ്റ്റ് ആയിരിക്കും ഭരതനാട്യം. അതിന് ഓരോന്നിനും ഓരോന്നായിട്ടുള്ള ഡിഫറൻസ് ഉണ്ട്. പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടം ഭരതനാട്യമാണ്. നാടോടിനൃത്തം എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ ചാടിയും അഭിനയിച്ചും നന്നായിട്ടുള്ള അഭിനയമായിരിക്കും അതിന് മെയിനായിട്ട് വേണ്ടത്. എനിക്ക് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് വലിയൊരു ആഗ്രഹമാണ് +2 കഴിഞ്ഞാൽ കലാക്ഷേത്രയിൽ പോകണമെന്ന്. അവിടെ പോയി നന്നായിട്ട് പഠിച്ചിറങ്ങണം. അവിടെ 3 ഇയേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് PGക്ക് കിട്ടണമെങ്കിൽ തന്നെ അതൊരു കച്ചേരി പോലെയുണ്ട്. അതിന് നന്നായിട്ട് കളിച്ചാൽ മാത്രമേ അതിന് കിട്ടുള്ളൂ. അത് കഴിഞ്ഞൊരു 6 വർഷം ഫുൾ പഠിച്ച് തീർക്കണം എന്നാണ് എൻ്റെ വലിയൊരു ആഗ്രഹം കലാക്ഷേത്രയിൽ. ഞാൻ ചെറുപ്പം തൊട്ടേ ഡാൻസ് കളിക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ ചെറുതിലെ ഇങ്ങനെ നന്നായിട്ട് കളിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ ചെറിയ പാരൻസൊക്കെ വന്ന് പറയുമായിരുന്നു, എന്ത് നല്ല മിടുക്കി കുട്ടിയാണല്ലോ, നന്നായിട്ട് കളിക്കണ്ടല്ലോ എന്നൊക്കെ. അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു അംഗീകാരമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് കൂടുതൽ ഡാൻസിലോട്ട് അടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും അംഗീകാരമൊക്കെ കിട്ടിയപ്പോൾ എനിക്ക് കൂടുതൽ ഭയങ്കരമായിട്ടും ചെയ്യാൻ തോന്നി, ഡാൻസിനോട് കൂടുതൽ അടുക്കാൻ തോന്നിയത് അപ്പോഴാണ്. സംസ്ഥാനത്ത് പോകുമ്പോൾ എനിക്ക് ഏറ്റവും വലിയ പേടി എന്താണെന്ന് വെച്ചാൽ ജില്ലയിൽ ഫസ്റ്റ് കിട്ടിയ കുട്ടീനെ കവർ ചെയ്യണം, എന്നാൽ മാത്രമേ എനിക്ക് A ഗ്രേഡ് കിട്ടത്തുള്ളൂ. എനിക്ക് സംസ്ഥാനത്ത് ചെല്ലുമ്പോൾ അവളെ കവർ ചെയ്താൽ മാത്രമേ സ്റ്റേറ്റിന് പോയെന്നുള്ളൊരു വില ഉണ്ടാവുള്ളൂ. അപ്പോൾ ഏറ്റവും വലിയ പേടി അതാണ്, സ്റ്റേറ്റിൽ പോകുമ്പോൾ ആ കുട്ടീനെ കവർ ചെയ്യണം എന്നുള്ളതാണ്. എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ അതിന് മുമ്പേ 2 ദിവസം മുമ്പ് തന്നെ ഞങ്ങൾ നോമ്പൊക്കെ എടുക്കാറുണ്ട്. എല്ലാ അമ്പലത്തിലൊക്കെ പോയി വന്ന് ഭയങ്കര പ്രാർത്ഥനയോടെ മാത്രമാണ് കോമ്പറ്റീഷൻ സ്റ്റേജിൽ കയറാറുള്ളൂ. എനിക്ക് നല്ലൊരു ഡാൻസർ ആവണമെന്നാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹം. അതിനെല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് നല്ലൊരു ഭാവി, അതാണ് എനിക്ക് ഏറ്റവും വലിയ പ്രാർത്ഥന. അതെനിക്ക് എങ്ങനെയെങ്കിലും അതെനിക്കൊന്ന് സാധിക്കണം. എനിക്ക് ഏറ്റവും വലിയ ഡാൻസർ ആവണം, അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. കലോത്സവ വേദികളിൽ എപ്പോഴും കാണുന്ന ഒന്നാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കോമ്പറ്റീഷനാണ്. അത് ചിലപ്പോൾ വാശിയായിട്ടൊക്കെ തന്നെ മാറാറുണ്ട്. ചിലപ്പോൾ കണ്ടാൽ തന്നെ മൈൻഡ് ചെയ്യില്ല അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പറ്റ് ചെയ്യണവർ. പക്ഷേ അങ്ങനെയൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. കലയാണ് അത്, നമ്മുടെ ഭാവിക്ക് വേണ്ടി ചെയ്യണതാണ്. പക്ഷേ ചിലവരൊന്നും അങ്ങനെ ഓർക്കാറില്ല. ഞങ്ങളൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ കലോത്സവ വേദിയിൽ കളിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞങ്ങൾ പോകാറുള്ളത്. పలుగే బంగారమయ్యే పిలిచిన పలుకవేణి పలుగే బంగారమయ్యే పిలిచిన పలుకవేణి పలుగే బంగారమయ్యే పిలిచిన పలుకవేణి కలలోని నామ స్మరణ మరవచ్చకది కవి కలలోని స్మరణ మరవచకది కాని పలుగే బంగారమయ్యే పిలిచిన పలుకవేణి కలలోని నామ స్మరణ మరవచకని కాని పలుగే 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 బంగారమయ్యిన దండపడి పలుగే బంగారమయ్యిన పలుగే బంగారమయ్యేనా.
തക ദിത്തി തക നക ഝം ദിത്തി തക നക ഝം തരികിട്ട തക ദിത്തി തക നക ഝം ദി തക നക ഝം തക ദിത്തി തക നക ഝം ദി തക നക ഝം ദിത്തി തക നക ഝം ദിത്തി തക നക ഝം തക ദിത്തി തക നക ഝം ദിത്തി തക നക ഝം ധന്ന ധന്ന ജണ്ണു 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 ദിമി 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 തകിട്ട താങ്കട തക തരികിട തക ദിം തക ജണ്ണും തക ജണ്ണും തക ജണ്ണും താം തതും താം തതും താം തതും എന്ത വേടിനഗനി എന്ത വേടിനഗനി സുന്ദരദയരതു എന്ത വേടിനഗനി സുന്ദരദയരതു പൽദമുഷയനെ നൽദനി വടನು തൽപ്രി പൽദമുഷയനെ നൽദനി വടನು തൽപ്രി എന്ത വേടിനഗനി സുന്ദരദയരതു 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 പന്തമുഷയനെ നിന്ദനി വടನು തൽപ്രി എന്ത വേടിനഗനി സുന്ദരദയരതു പന്തമുഷയനെ നന്ദനി വടನು തൽപ്രി പലുഗേ 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 ಬಂಗಾರಮಯಿನ ಕೋದಂಡ ಪಾಡಿ ಪಲುಗೆ ಬಂಗಾರಮಯಿನ ಕೋದಂಡ ಪಾಡಿ ಪಲುಗೆ ಬಂಗಾರ ಮಯನ ಇರವಾನಿ ಸುಖಲೋನ ಪೊರಲೀನ ಬುಡದ ಭಕ್ತಿ ಇರಗಾನಿ ಸುಖಲೋನ ಪೊರಲೀನ ಬುಡದ ಭಕ್ತಿ ಇರಗಾನಿ ಸುಖಲೋನ ಪೊರಲೀನ ಬುಡದ ಭಕ್ತಿ ಕರುಣಿಂಚಿ ಬ್ರೋಚಿದಿವಿನಿ ನೆರನಮ್ಮಿದಿ ನಿನ್ನೆ ಕಲ್ರಿ ಕರುಣಿಂಚಿ ಬ್ರೋಚಿದಿವಿನಿ ನೆರನಮ್ಮಿದಿ ನಿನ್ನೆ ಕಲ್ರಿ ಪಲುಗೆ 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 ಬಂಗಾರಮಯಿನ ಕೋದಂಡ ಪಾಡಿ ಪಲುಗೆ ಬಂಗಾರಮಯಿನ ಕೋದಂಡ ಪಾಡಿ ಪಲುಗೆ ಬಂಗಾರಮಯಿನ ഡാൻസിൽ ഏറ്റവും മെയിനായിട്ട് വേണ്ട മുദ്രകളാണ്. അത് ഞാൻ പറഞ്ഞുതരാം. പതാക, ത്രിപതാക, അർദ്ധപതാക, കർത്തരീമുഖം, മയൂരം, അർദ്ധചന്ദ്രൻ, അരാളം, സുഖതുണ്ടം, മുഷ്ടി, ശിഖരം, കപിത്വം, കടകാമുഖം, 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 സൂചി, ചന്ദ്രകല, പത്മകോശം, സർപ്പശിരസ്, മൃഗശീർഷം, സിംഹമുഖം, കാങ്കൂലം, അലപത്മം, ചതുരം, ഭ്രമരം, ഹംസാസ്യം, ഹംസപക്ഷം, സംതംശം, മുകുളം, താമരച്ചൂടം, തൃശൂലം. മെയിനായിട്ട് ഇത്രയും മുദ്രകളാണ് ഉപയോഗിക്കുന്നത്. മുദ്രകൾ എന്ന് പറഞ്ഞാൽ ഓരോ മുദ്രയ്ക്കും അതിൻ്റേതായ അർത്ഥമൊക്കെ ഉണ്ട്. അത് അറിഞ്ഞ് വേണം പഠിക്കാൻ. ഓരോ ഡാൻസ് ചെയ്യുമ്പോഴും അത് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്. അത് അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഡാൻസ് ചെയ്യാനേ പറ്റത്തില്ല. ചെയ്താൽ തന്നെ അത് തെറ്റായിരിക്കും. അതുകൊണ്ട് മുദ്രയാണ് മെയിനായിട്ട് നമുക്ക് പഠിക്കേണ്ട ഒരു കാര്യം.
സ്ത്രീകളെ സഹായിക്കുന്ന നിയമങ്ങൾ നിരവധിയുണ്ടെങ്കിലും പലപ്പോഴും നാം അതൊന്നും അറിയാറില്ല. സ്ത്രീകളെ നിയമത്തിൽ ബോധവൽക്കരിക്കുന്ന ഒരു സെഗ്മെൻ്റാണ് അടുത്തത്. ഞാൻ അഡ്വക്കേറ്റ് വഹീദ ബാബു, കേരള ഹൈക്കോടതിയിൽ അഭിഭാഷകയായി പ്രാക്ടീസ് ചെയ്യുന്നു. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് സ്ത്രീകളും നിയമങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചാണ്. പൊതുവെ നമ്മൾ സ്ത്രീകൾ നിയമമേഖലയിൽ ഒത്തിരി ആളുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും സാധാരണക്കാരായ സ്ത്രീകൾക്ക് നിയമത്തെപ്പറ്റി കൂടുതൽ സ്ത്രീകൾക്ക് ഫേവറബിളായിട്ടുള്ള നിയമങ്ങളെപ്പറ്റി ഉള്ള അറിവ് കുറവാണ്. അതുകൊണ്ട് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട നിയമങ്ങളെക്കുറിച്ച് നമുക്ക് ചെറിയൊരു ഡിസ്കഷൻ ആവാം. ആദ്യമായി നിയമങ്ങളെപ്പറ്റി, സ്ത്രീകളെ സംബന്ധിക്കുന്ന നിയമങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന നിയമങ്ങളെ കൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന ഒത്തിരി പ്രൊവിഷൻസ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുണ്ട്. നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ നമുക്ക് തന്നെ പ്രദാനം ചെയ്യുന്നത് സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി, ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കും ഉള്ള സ്വാതന്ത്ര്യം, പദവിയിലും അവസരത്തിലുമുള്ള സമത്വം, വ്യക്തിയുടെ അന്തസ്സ് മുതലായവയാണ്. നമ്മുടെ ഭരണഘടനയിൽ പാർട്ട് 3 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ മൗലികാവകാശങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്നതാണ്. അതിൽ ആർട്ടിക്കിൾ 14 to 18 സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനും ചൂഷണത്തിനും എതിരായിട്ടുള്ള അവകാശങ്ങളെയാണ് പ്രതിപാദിക്കുന്നത്. അതിൽ തന്നെ ആർട്ടിക്കിൾ 14 പറയുന്നത് സ്റ്റേറ്റ് ഷാൽ നോട്ട് ഡിനൈ എനി പേഴ്സൺ ഈക്വാലിറ്റി ബിഫോർ ലോ ഓർ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. അതായത് നിയമത്തിന് മുമ്പാകെ സമത്വമോ നിയമങ്ങളുടെ സമമായ സംരക്ഷണമോ നിഷേധിക്കാൻ പാടുള്ളതല്ല. അതനുസരിച്ച് സ്ത്രീയെന്നോ പുരുഷനെന്നോ വിവേചനമില്ലാതെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും തുല്യനീതി പ്രദാനം ചെയ്യുന്നതാണ് ആർട്ടിക്കിൾ 14. ആർട്ടിക്കിൾ 15 പറയുന്നത് ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ സെക്സ്, കാസ്റ്റ്, റിലിജിയൻ എക്സെട്ര. അതായത് ലിംഗത്തിൻ്റെ അടിസ്ഥാനമാക്കി ദർ ഷാൽ നോട്ട് ബി എനി ഡിസ്ക്രിമിനേഷൻ ഫ്രം ദ പാർട്ട് ഓഫ് ദി സ്റ്റേറ്റ്. അതിൽ തന്നെ ആർട്ടിക്കിൾ 15(3) ഒരു എക്സെപ്ഷൻ പറയുന്നുണ്ട്. ഈ ആർട്ടിക്കിൾ 15 ലിംഗത്തിൻ്റെ ബേസിസിൽ ഒരു ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഫേവറബിളായിട്ട് വ്യവസ്ഥകൾ ഉണ്ടാക്കാനായിട്ടുള്ള പവർ സ്റ്റേറ്റിന് കൊടുത്തിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഭരണഘടന. അതനുസരിച്ചാണ് ഇന്ത്യയിലെ ഒട്ടുമിക്ക സ്ത്രീപക്ഷ നിയമങ്ങളും നമ്മുടെ ലെജിസ്ലേച്ചർ ആസ് വെൽ ആസ് എ പാർലമെൻറ്റ് ഉണ്ടാക്കുകയും അത് നമ്മുടെ നാട്ടിൽ നടപ്പിൽ വരുത്തുകയും ചെയ്യുന്നത്. ആർട്ടിക്കിൾ 15(3) പ്രകാരം ഉള്ള അധികാരം ഉപയോഗപ്പെടുത്തി നിർമ്മിച്ച ഒത്തിരി നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ പ്രാവർത്തികമായിട്ടുണ്ട്. ആ നിയമങ്ങളെപ്പറ്റി ഒരു വിശകലനം ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഭരണഘടനയിൽ തന്നെ ഉള്ള മറ്റ് ചില പ്രധാനപ്പെട്ട വ്യവസ്ഥകളെയും കൂടി ഒന്ന് പരിശോധിക്കാം. ആർട്ടിക്കിൾ 21 നിയമം വഴി സ്ഥാപിച്ചിട്ടുള്ള നടപടിക്രമം വഴിയല്ലാതെ ഒരാളുടെ ജീവനോ വ്യക്തി സ്വാതന്ത്ര്യമോ ഇല്ലാതാക്കുവാൻ പാടില്ല. ആർട്ടിക്കിൾ 22 പറയുന്നത് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ ഇൻ സർട്ടൻ കേസസ്. അതായത് നമ്മളെ എന്തെങ്കിലും ഒരു ഒഫൻസിന് അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിക്ക് ചില അവകാശങ്ങളുണ്ട്. അതായത് നമ്മൾ എന്തിനു വേണ്ടി അറസ്റ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ള അതിൻ്റെ ഗ്രൗണ്ട്സ് അറിയാനുള്ള അവകാശമുണ്ട്. പിന്നെ നമ്മളെ എന്തിനു വേണ്ടി അറസ്റ്റ് ചെയ്യുന്നു ആ കാരണം അറിഞ്ഞതിന് ശേഷം ഒരു വക്കീലിനെ വെച്ച് ആ കാര്യങ്ങളെല്ലാം ഡിഫെൻഡ് ചെയ്യാനുള്ള അവകാശങ്ങളുണ്ട്. 24 മണിക്കൂർ അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് ശേഷം 24 മണിക്കൂറിനകം ഏറ്റവും അടുത്തുള്ള മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുവാനും മറ്റുമാണ് ഈ ആർട്ടിക്കിൾ 21
എന്നുകൊണ്ടുള്ള വ്യവസ്ഥ കൊണ്ട് അനുശാസിക്കുന്നത്. പിന്നെ ആർട്ടിക്കിൾ 23 അടുത്ത ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ 23 ചൂഷണത്തിന് എതിരായി, അതായത് മനുഷ്യ കച്ചവടവും നിർബന്ധിച്ച് പണി ചെയ്യിക്കലും, ദാറ്റ് ഈസ് ബോണ്ടഡ് ലേബർ, അതിൽ നിന്നെല്ലാം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 23. സ്ത്രീകളെ സംബന്ധിക്കുന്ന നിരവധി വാർത്തകൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വരാറുണ്ട്. ഈ ആഴ്ചത്തെ പ്രധാന സ്ത്രീ വാർത്തകളാണ് അടുത്ത സെഗ്മെന്റ്. ഇതായിരുന്നു ലക്ഷ്മിസ. നിറഞ്ഞ പുഞ്ചിരിയും നിറമാർന്ന സ്വപ്നങ്ങളുമായിരുന്നു ഈ പെൺകുട്ടിയുടെ ജീവിതത്തിലുണ്ടായിരുന്നത്. എന്നാൽ 15-ാം വയസ്സിൽ ആസിഡ് ആക്രമണത്തിൽ പരിക്കേറ്റ ഇവൾക്ക് തന്റെ സുന്ദരമുഖം നഷ്ടമായി. ഒരിക്കൽ ജീവിതം അവസാനിച്ചു എന്ന് തോന്നിയ സാഹചര്യത്തിലാണ് ലക്ഷ്മിയുടെ തിരിച്ചുവരവ്. കൂട്ടുകാരും നാട്ടുകാരും കൈവിട്ടെങ്കിലും തളരാത്ത മനോവീര്യം ലക്ഷ്മിക്ക് തുണയായി. 32-കാരന്റെ പ്രണയാഭ്യർത്ഥന നിരസിച്ചതിനാണ് ലക്ഷ്മി ആക്രമിക്കപ്പെട്ടത്. എന്നാൽ കീഴടങ്ങില്ല എന്നുറപ്പിച്ച ലക്ഷ്മി തന്നെ ഒറ്റപ്പെടുത്തിയ സമൂഹത്തോട് കണക്ക് പറഞ്ഞു. ഒരുപിടി പ്രമുഖരുടെ പ്രശംസയും അവാർഡുകളും അവളെ തേടിയെത്തി. 2015-ൽ പ്രമുഖ പരസ്യ കമ്പനിയായ വിവ ആൻഡ് ദിവയുടെ മോഡലായിരിക്കുകയാണ് ലക്ഷ്മി. ധൈര്യത്തിന്റെ മുഖം എന്ന നാമകരണത്തിലാണ് പരസ്യചിത്രം തയ്യാറാകുന്നത്. 100ഓളം ചിത്രങ്ങൾക്കാണ് ലക്ഷ്മി പോസ്റ്റ് ചെയ്തത്. 32-കാരൻ വികൃതമാക്കിയ മുഖത്ത് നിറഞ്ഞ പുഞ്ചിരിയോടെയാണ് ലക്ഷ്മി ക്യാമറയ്ക്ക് മുൻപിലെത്തിയത്. ജീവിതത്തോട് പൊരുതി ജയിക്കാനുള്ള വീറും വാശിയുമാണ് ലക്ഷ്മിയെ വ്യത്യസ്തയാക്കുന്നത്. മായയുടെ വിജയകഥയാണിത്. 30 വർഷം മുമ്പ് 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിരിക്കെയാണ് മായയുടെ ശരീരത്തിന്റെ 70% തളർന്നുപോയത്. ശരീരം തളർന്നെങ്കിലും മായയുടെ മനസ്സ് വിധിക്ക് മുൻപിൽ കീഴടങ്ങിയില്ല. ഈ കാലങ്ങളിലെല്ലാം അക്ഷരങ്ങളായിരുന്നു മായയ്ക്ക് കൂട്ട്. വലിയൊരു സുഹൃത്ത് വലയവും പിന്തുണയുമായി ഒപ്പം ചേർന്നു. ഈ സുഹൃത്തുക്കളുടെ ഫേസ്ബുക്ക് കൂട്ടായ്മയാണ് മായയുടെ കവിതകൾ പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചത്. അങ്ങനെയാണ് 33 കവിതകളുടെ സമാഹാരമായ തുടികൊട്ട് യാഥാർത്ഥ്യമാകുന്നത്. പ്രണയവും ഭക്തിയും കാൽപ്പനികതയും നിറഞ്ഞു നിൽക്കുന്നതാണ് മായയുടെ കവിതകൾ. അങ്കമാലി നായത്തോട് വെച്ച് നടന്ന ചടങ്ങിൽ കവി റഫീഖ് അഹമ്മദ് തുടികൊട്ട് എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. കടന്നുപോയ ഏകാന്തതയുടെ വർഷങ്ങളിൽ അക്ഷരങ്ങളായിരുന്നു തനിക്ക് കൂട്ടായതെന്ന് മായ അനുസ്മരിച്ചു. വായന മാത്രമേ ആദ്യം ലക്ഷ്യമുണ്ടായിരുന്നുള്ളൂ. എഴുത്ത് പിന്നാലെ കടന്നു വന്നതാണ്. ഞാൻ എൻ്റെ വേദനകളുമായി ഒറ്റപ്പെട്ട ഘട്ടങ്ങളിൽ അക്ഷരങ്ങൾ മാത്രമായിരുന്നു കൂട്ട്. കഥയോ നോവലോ വിജ്ഞാനപ്രദമായ ലേഖനങ്ങളോ അങ്ങനെ വ്യത്യാസമില്ലാതെ ഏതും വായിക്കുമായിരുന്നു. ശ്രീ MV കൃഷ്ണവാര്യർ, സുഗതകുമാരി ടീച്ചർ, ശ്രീ MP വീരേന്ദ്രകുമാർ അവരുടെ വിജ്ഞാനപ്രദമായ പരിസ്ഥിതി സംബന്ധമായ ലേഖനങ്ങളൊക്കെ എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. അത് എൻ്റെ എഴുത്തിലും ധാരാളമായി കടന്നു വന്നിട്ടുണ്ട്. മായയുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും തിങ്ങി നിറഞ്ഞ സദസ്സിൽ MA ബേബി, MC ജോസഫൈൻ തുടങ്ങിയവരും അതിഥികളായി എത്തിയിരുന്നു. സ്കൂൾ വിദ്യാർത്ഥിനികളെ നിർഭയരാക്കാൻ കാസർകോട്ടെ ജനമൈത്രി പോലീസ് നടത്തുന്ന കായിക പരിശീലനമാണിത്. സ്ത്രീകൾക്കെതിരെ വർദ്ധിച്ചുവരുന്ന ആക്രമണങ്ങളിൽ നിന്ന് സ്വയം രക്ഷ നേടാനാണ് കായിക പരിശീലനം സംഘടിപ്പിച്ചത്. വാഹനങ്ങളിലും പൊതുസ്ഥലങ്ങളിലും സ്ത്രീകൾ നേരിടേണ്ടി വരുന്ന ശല്യപ്പെടുത്തലുകളിൽ നിന്നും കവർച്ചാ ശ്രമങ്ങളിൽ നിന്നും രക്ഷ നേടാൻ പര്യാപ്തമായ രീതിയിലായിരുന്നു പരിശീലനം. നിർഭയ പദ്ധതിയുടെ ഭാഗമായി ജനമൈത്രി പോലീസാണ് പരിശീലന ക്ലാസ് ഒരുക്കിയത്. സ്കൂളിലെ 100ഓളം വിദ്യാർത്ഥിനികൾ പരിശീലനത്തിൽ പങ്കുചേർന്നു. വിദഗ്ധ പരിശീലനം നേടിയ നിർഭയ കേഡറ്റുകൾ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇവിടെ ഏകദേശം 100ഓളം മരുന്നുകൾക്കാണ് പരിശീലനം നൽകുന്നത്. ഒരു സ്ത്രീകൾക്ക് ദൈനംദിന ജീവിതത്തിൽ നേരിടാനുള്ള പുരുഷന്മാരിലുള്ള പീഡനങ്ങൾ ബസ്സിലായാലും സ്കൂളിലായാലും പൊതുസ്ഥലത്തായാലും ലിഫ്റ്റിലായാലും അതെങ്ങനെ പ്രതിരോധിക്കാം, സ്വയം എങ്ങനെ ആയുധമില്ലാതെ സ്വയം എങ്ങനെ പ്രതിരോധിക്കാമെന്നാണ് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഏകദേശം 20 മണിക്കൂർ പരിശീലനമാണ് നൽകുന്നത്. നിയമപരിജ്ഞാന ക്ലാസ് ഈ കോഴ്സിന് കൂടെ നൽകുന്നത്. വിദ്യാർത്ഥിനികൾ നേരിടുന്ന ചൂഷണങ്ങൾക്കെതിരെ ഒരു പരിധിവരെയെങ്കിലും ഇത്തരം പരിപാടികളിലൂടെ തടയിടാനാകുമെന്നാണ് അധികൃതരുടെ വിശ്വാസം. ചന്ദ്രലേഖയുടെ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. കൂടുതൽ കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.